കൊല്ലം ചിറക്കരയിൽ MDMA വേട്ട 52 ഗ്രാം MDMAയുമായി മൊത്തക്കച്ചവടക്കാരൻ അറസ്റ്റിലായി. ചിറക്കരത്താഴം സ്വദേശി രാഹുലിനെ പാരിപ്പള്ളി പോലീസും ഡാൻസ് ടീമും ചേർന്നാണ് പിടികൂടിയത്. ലഹരിമരുന്ന് വിൽപ്പനയുടെ പേരിൽ കഴിഞ്ഞ 3 വർഷമായി പോലീസ് നിരീക്ഷണത്തിലുള്ള ആളായിരുന്നു രാഹുൽ രാജ്. അയാളാണ് ഇന്നലെ പിടിയിലായിരിക്കുന്നത്. ഇതിൽ 52 ഗ്രാം MDMA അയാളുടെ കൈവശമുണ്ടായിരുന്നു. സ്കൂൾ കുട്ടികൾക്കും കോളേജ് വിദ്യാർത്ഥികൾക്കും MDMA എത്തിച്ചു നൽകുന്ന ഏജന്റാണ് ഇയാളെന്നുള്ള വിവരം നേരത്തെ ഡാൻസ് ഓഫ് ടീമിനും പോലീസിന് ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ കഴിഞ്ഞ 3 വർഷമായി നിരീക്ഷിച്ചത്. 2 തവണ വീട് വളഞ്ഞ് ഇയാളെ പിടികൂടാൻ ശ്രമിച്ചു. എന്നാൽ അവിടെ നിന്ന് അയാൾ രക്ഷപ്പെടുകയായിരുന്നു. അതിനുശേഷം വാഹനത്തിൽ ഇയാൾ MDMA കൊണ്ടുവരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ അങ്ങനെ പിടികൂടാൻ ശ്രമിച്ചു. പക്ഷേ അയാൾ അവിടെ നിന്നും രക്ഷപ്പെട്ടു. പിന്നീട് ഇയാൾ ഈ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇയാളെ വലിയ രീതിയിൽ നിരീക്ഷിച്ചു. അങ്ങനെയാണ് ഇയാളുടെ കൈവശം MDMA ഉണ്ട് എന്നുള്ള വിവരം പോലീസിന് ലഭിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം പിടിയിലായ വ്യക്തികളിൽ നിന്നാണ് ഇയാളുടെ കൈവശം MDMA ഉണ്ട് എന്നുള്ള വിവരം ലഭിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഈ ഡാൻസ് ഓഫ് ടീം ഇയാളെ വീടിൻ്റെ സമീപത്ത് വെച്ച് പിടികൂടുകയായിരുന്നു. ആ സമയത്ത് ഇടപാടുകാരനെ ഫോണിൽ ബന്ധപ്പെട്ട ശേഷം ഇടപാടുകാരന് MDMA കൈമാറാൻ വേണ്ടി റോഡിൽ നിൽക്കുകയായിരുന്നു, വീടിൻ്റെ മുന്നിലെ റോഡിൽ നിൽക്കുകയായിരുന്നു രാഹുൽ രാജ്. അങ്ങനെ ഇയാളെ പിടികൂടിയ സമയത്താണ് ഇയാളുടെ കൈവശം ഉണ്ടായിരുന്ന 52 ഗ്രാം MDMA കണ്ടെത്തിയത്. MDMA ഈ കൈയുടെ ഈ ഭാഗത്ത് സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. ഉടൻ തന്നെ പോലീസ് ആ തെളിവുകൾ ശേഖരിച്ചു അയാളെ കസ്റ്റഡിയിലെടുക്കുകയും കീഴടക്കുകയുമായിരുന്നു. അതീവ രഹസ്യമായി തന്നെ കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ പോലീസ് വരുന്ന സമയത്ത് അവിടെ നിന്ന് രക്ഷപ്പെടുക എന്നൊക്കെയുള്ളതായിരുന്നു അയാളുടെ രീതി. അങ്ങനെയുള്ള ഒരു മയക്കുമരുന്ന് കച്ചവടക്കാരനെ, രാസലഹരി കച്ചവടക്കാരനെയാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നത്. ജില്ലയിലെ പ്രധാനപ്പെട്ട കോളേജുകൾ കേന്ദ്രീകരിച്ചൊക്കെ തന്നെ ഇയാൾ ഇത്തരത്തിലുള്ള ലഹരി ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു വിവരം കൂടി, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കണ്ടെത്തൽ കൂടിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ളത്. ഇയാളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷം കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാൻ തന്നെയാണ് പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. കാര്യം ഇയാളുടെ വേരുകൾ, ഇയാളുടെ ഇടനിലക്കാർ അല്ലെങ്കിൽ ഇയാളുടെ ആവശ്യക്കാർ ആരൊക്കെയാണ് എന്നത് കൃത്യമായി കണ്ടെത്തേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ളൊരു ശ്രമമായിരിക്കും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുക. എന്തായാലും ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ വലിയ ഒരു നടപടി കൂടിയാണ് കൊല്ലം പരവൂരിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായത്.